ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. രേവതിയും അതുപോലെ തന്നെ വർഷയും നല്ല കൂട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ചന്ദ്രമതി അവരെ രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നല്ല ചന്ദ്രമതിക്ക് മുട്ടം പണി കൊടുക്കുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. വർഷയെ ഒതുക്കാൻ വേണ്ടിയിട്ട് മഹിമയെ വിളിച്ചിട്ട് വർഷ അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ചന്ദ്രമതി പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട മഹിമയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് എന്തായാലും അവളെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ, ഞാൻ പോവാണെന്ന് പറഞ്ഞു മഹിമ ഒന്നും ഏറ്റെടുക്കാത്ത മട്ടിൽ അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. മഹിമയെ ഉപയോഗിച്ചുകൊണ്ട് വർഷയും അതുപോലെ തന്നെ രേവതിയും തെറ്റിപ്പിക്കുക എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു ചന്ദ്രമതിയുടേത്. കാരണം ചന്ദ്രമതിക്ക് നേരിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ട്. എന്നാൽ വർഷയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ഒന്നും പറയാതെയാണ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നത്. പുറത്തിറങ്ങിയതിനു ശേഷം നമ്മുടെ മഹിമയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ വീട്ടിൽ വേറെന്തോ പുതിയൊരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഈ പ്രശ്നം ഒന്നുകൂടി വഷളാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്തും അതുപോലെ വർഷയും വീട്ടിലേക്ക് വരുമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് മഹിമ കാറിൽ കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാമ പറയുന്നുണ്ട് നീ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ട് മഹിമയെ വിളിച്ചു വരുത്തി. എന്നാ അവരാണെന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് തന്നെ അവരുടെ മകളടുത്ത് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണല്ലോ പോയത്. അവരെന്തായിരിക്കും അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോ പിന്നെ അവരെ എങ്ങനെയാ പറയാ? ഈ പണത്തിന്റെ അഹങ്കാരം പിടിച്ച ജാതികളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും, എല്ലാത്തിനും പണത്തിന്റെ അഹങ്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ കിടന്ന് ഉറഞ്ഞുതുള്ളുവാണ്. ഇവരുടെ മകളടുത്ത് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വേണമെങ്കിൽ സംസാരിച്ചോ എന്ന മട്ടില് അവർ സംസാരിച്ചു പോയി. എനിക്ക് എന്റെ മകളടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇവരെ എരിപിരി കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് രേവതിയും അതുപോലെ തന്നെ വർഷയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമെന്ന്. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് പോയത്. ഒരുപക്ഷെ പണക്കാരാവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ ചന്ദ്രയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവളെക്കാളും പണക്കാരിയായിട്ടുള്ള ആളാണ് ശ്രുതി. എന്നിട്ട് അവൾ എപ്പോഴെങ്കിലും ഇതുപോലെ നടന്നിട്ടുണ്ടോ? നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്കൊന്നും ഒരു വിലയില്ലാത്തത്. എന്തായാലും ഇതൊക്കെ മാറും, അധികം വൈകാതെ തന്നെ ശ്രുതി വലിയൊരു പണക്കാരനാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവർക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താണെന്നുള്ള കാര്യം. അല്ല ചന്ദ്രൻ, ഇപ്പൊ അവര് വർഷയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുമെന്ന് ചോദിക്കുമ്പോ അതല്ലേ നീ തന്നെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കൈ കഴുകി പോയത് കണ്ടില്ലേ? അവരുടെ വീട്ടിൽ തന്നെ അവർക്ക് അടക്കാൻ വേണ്ടിയിട്ട് വർഷയെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്നത് കൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്നുള്ള രീതിയിൽ സന്തോഷത്തിലാണ് അവരുള്ളത്. എല്ലാം ശ്രീകാന്തിനെ പറഞ്ഞാൽ മതി, അവൻ തേടി പിടിച്ച് കൂട്ടുകൊണ്ടു വന്നിരിക്കുന്ന സാധനത്തിനെ കണ്ടില്ലേ? അതിനിടയ്ക്ക് ശ്രുതിയാണെങ്കിൽ ആന്റി എന്ന് വിളിച്ചിട്ട് വലിയ കാര്യത്തിൽ പറയുവാണ്. വർഷയെ മാത്രം നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, രേവതിയും കൂടി ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവള് വീട്ടിലുള്ളത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നത്. അവളെ ഒന്ന് അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയും തെളിഞ്ഞു വരുന്നില്ലല്ലോ. അതിനിടയ്ക്ക് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. അമ്മയുടെ നമ്പറിൽ നിന്നാണ് കോള് വരുന്നത്. ആന്റി ഒരു ക്ലയന്റ് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഫോൺ എടുത്ത ഉടനെ തന്നെ അമ്മ എന്തിനാ ഇപ്പൊ വിളിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പേര് കല്യാണി എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് എന്റെ അമ്മയുടെ ഫോണല്ലേ? അതെ നിങ്ങളുടെ അമ്മയുടെ ഫോൺ തന്നെയാണ്. നിങ്ങളുടെ വീട്ടില് അമ്മയ്ക്ക് ഇടയ്ക്ക് ഇഞ്ചക്ഷൻ ഒക്കെ വെക്കാൻ വേണ്ടി പോകുന്ന നഴ്സില്ലേ, അവരാണ് ഞാന്. എന്താ പറ്റിയെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ബോധമില്ലാതായി, ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്, എത്രയും വേഗം എത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ വരാം, നിങ്ങൾ എന്റെ അമ്മയൊന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച ഉടനെ തന്നെ ആന്റി ഞാൻ പോവാണെന്ന് പറയാണ്. ശ്രുതി നീ എങ്ങോട്ടാ പോകുന്നത്? ആന്റി ഒരു പ്രധാനപ്പെട്ട ക്ലയന്റ് ഉണ്ട്, അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നീ പോകല്ലേ ശ്രുതി, എന്റെ മുതുകൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്, ഒന്ന് മസാജ് ചെയ്യുന്നു പറയുന്നുണ്ട്. അയ്യോ ആന്റി അവര് VIP ക്ലയന്റ് ആണ്, ഒരു തവണ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഒരിക്കലും പാർലറിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. നീ പൊക്കോ, ഞാൻ കാരണം എന്തായാലും നിന്റെ ജോലി പോകണ്ട, ഒരുപക്ഷെ ഈ വർഷയുടെ അമ്മയെ പോലത്തെ ഏതെങ്കിലും അഹങ്കാരികളൊക്കെ ആയിരിക്കും, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണേ. ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം ബാമ പറയുന്നുണ്ട് ചന്ദ്രൻ അതെന്തായാലും വിട്ടേക്ക്, നമുക്ക് അതിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. സ്റ്റുഡൻസ് ഒക്കെ വന്നു. ശരി എല്ലാവരും പൊസിഷനിൽ നിന്നോളൂ, നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ആരംഭിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും രണ്ടുപേരെ കാണുന്നില്ല കേട്ടോ. അവര് എവിടെ പോയി? ഇനി ഒരു പക്ഷേ ക്ലാസ് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവർ വീട്ടിൽ പോയി കാണോ? ഇല്ല, അവര് ഇവിടെ തന്നെ ഉണ്ടാകും, കാരണം അവരുടെ ബാഗൊക്കെ ഇവിടെ ഉണ്ടെന്ന് അതിൽ വേറൊരു സ്റ്റുഡന്റ് പറയാണ്. അങ്ങനെ രണ്ടുപേരുടെയും പേര് വിളിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്ര മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവർക്ക് മനസ്സിലാകുന്നില്ല അവര് മുറിയിൽ നിന്നാണ് വന്നതെന്നുള്ള കാര്യം. നിങ്ങൾ രണ്ടുപേരും മോളിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു, ടെറസിൽ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ പോയി പ്രാക്ടീസ് ചെയ്തു. ഇതെന്താ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ മുകളിലേക്ക് പോയെന്ന് ബാമ ചോദിക്കുമ്പോൾ അല്ല മാസ്റ്ററിന്റെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് പോയെന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് ബാമയ്ക്കും അതുപോലെ ബാമയ്ക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ചന്ദ്രയ്ക്ക് അങ്ങനെ അത്ര ഇതായിട്ടൊന്നും തോന്നില്ല കേട്ടോ. ചന്ദ്ര നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരുടെ ആ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ പ്രാക്ടീസിലേക്ക് കടക്കുവാണ്. പ്രാക്ടീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മഹിമ പോകുന്ന വഴിയിൽ വെച്ചിട്ട്
രേവതിയെ കാണുന്നുണ്ട്. രേവതിയെ കണ്ട ഉടനെ തന്നെ അവിടെ വണ്ടി നിർത്തിയിട്ട് രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. വന്ന ഉടനെ തന്നെ രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വരൂ ആന്റി, എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നീയൊക്കെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കൊക്കെ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല എന്ന് മഹിമ പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ രേവതിയുടെ കൂടെ വേറൊരു ചേച്ചിയുണ്ട്. എന്താ രേവതി ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവരുടെ സംസാരം ഒട്ടും ശരിയല്ലല്ലോ. ഇവരാരാന്ന് ചോദിക്കുമ്പോൾ ഇത് വർഷയുടെ അമ്മയാണ്. നിങ്ങൾ എന്താ പറയുന്നു വരുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ രേവതി പറയുമ്പോൾ എന്റെ മകള് അവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അവളെ എന്നേക്കുമായിട്ട് എന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടാണോ നീ ശ്രമിക്കുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് വന്നിട്ട് ദേഷ്യപ്പെടുന്നത്? നീ ആ വീട്ടില് വർഷയ്ക്ക് മോശപ്പേര് മേടിച്ചു കൊടുക്കാനാണോ നീ നോക്കുന്നത്? അതിനു വേണ്ടിയിട്ട് നീ എന്തെല്ലാം പണിയാണ് ഇടി ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്തെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ നീ ചുമ്മാ നടിക്കൊന്നും വേണ്ട. ചന്ദ്ര എല്ലാ കാര്യവും പറഞ്ഞു. നീ വർഷയും കൂട്ടി പിടിച്ചിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നതാണ്? അവളുടെ ജീവിതം നീ എന്തിനാ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഓ, അപ്പോ അമ്മയാണല്ലേ നിങ്ങളടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോ ഏത് രീതിയിലായിരിക്കും പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും അതുപോലെ തന്നെ വർഷയും ചേർന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എനിക്ക് അങ്ങനെ ആരുടെ ജീവിതം തകർക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. ഞാനും വർഷയും സഹോദരിമാരെ പോലെയാണ് അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. നീ അവൾക്ക് സഹോദരിയോ? എന്റെ മകളുടെ സ്റ്റാറ്റസിന് നീ അവൾക്ക് ചേച്ചിയായിട്ട് വരുന്നാണോ നീ പറഞ്ഞു വരുന്നത്? നീ ഒരു പൂ കിട്ടുന്നവളല്ലേ? നീയൊന്നും എന്റെ സ്റ്റാറ്റസിന് ചേർന്ന ആളല്ല എന്നുള്ള രീതി സംസാരിക്കുമ്പോഴേക്ക് രേവതി വെക്കുന്നുണ്ട്. പൂ കിട്ടുന്ന ആൾക്കാർക്ക് എന്താണ് കുഴപ്പം? ഞങ്ങളും അധ്വാനിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്. നിങ്ങളുടെ അധ്വാനമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ മുളം അളന്നിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് എന്റെ മകളെ വളച്ച് അവളടുത്ത് കാശ് എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ നീയും നിന്റെ ഭർത്താവും കൂടി ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനത്തെ മോശപ്പെട്ട രീതിയിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരല്ല ഞങ്ങൾ. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. അന്ന് പരിപാടിയുടെ സമയത്ത് എന്റെ മകളുടെ സ്വർണ്ണം എടുക്കാൻ വേണ്ടി ശ്രമിച്ചവളല്ലേ നീ? നിന്റെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ അന്ന് എന്റെ ഭർത്താവിനെ അടിച്ചത്? അതിൽ നിന്ന് തന്നെ നിങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ലേ? നിന്റെ കുടിയനായ ഭർത്താവിന് കുടിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നും അറിയില്ലടി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ചൂടാവുമ്പോഴും മര്യാദയ്ക്ക് നിർത്തിക്കൊണ്ട് സംസാരം എന്ന് പറയണേ. നീ എന്താടി പറഞ്ഞു വരുന്നത്? മിണ്ടിപ്പോവരുത്. എന്റെ ഭർത്താവിനെ കുറിച്ചിട്ട് അനാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു മനുഷ്യ സ്ത്രീ ആയിരിക്കില്ല. വർഷയുടെ അമ്മയല്ലേ എന്ന് കരുതിയിട്ട് ഞാനും സമാധാനപരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന പോലെ സംസാരിക്കുകയാണോ? കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ വേറെ വഴിയൊന്നും നോക്കാറില്ല. പിന്നെ എന്തിനാണ് എന്റെ മകളെ കുറിച്ചിട്ട് ചന്ദ്രന്റെ അടുത്ത് മോശപ്പെട്ട രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാന് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇല്ലാതെയാണോ നിന്റെ അമ്മായിമ്മ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലും കാര്യം പറയുമ്പോഴേക്കും അതെല്ലാം സത്യമാവുന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ പോയിട്ട് വർഷയുടെ അടുത്ത് ചോദിക്കുക, അവള് പറയും സത്യം ഏതാണെന്നുള്ള കാര്യം. ഓ, അത്രമാത്രം എന്റെ മകളെ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ? എന്റെ മകളുടെ ജീവിതം നീ ആയിട്ട് ഇല്ലാതാക്കരുത്. കാശിന് വേണ്ടിയിട്ടല്ലേ നീ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? നിനക്ക് എത്ര വേണമെന്നുള്ള കാര്യം എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. നീ അവളുടെ ജീവിതം ഇല്ലാതാക്കരുത്. ആർക്ക് വേണം നിങ്ങളുടെ കാശ്? എല്ലാത്തിനും വർഷയെ പറഞ്ഞാൽ മതി. സ്റ്റാറ്റസ് നോക്കാതെ നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടുന്നതിന്. നിന്നെ പോലെ തന്നെയല്ലേ അവിടെ ശ്രുതിയുള്ളത്. അവളൊരിക്കലും ഇങ്ങനെ തോണ്ടി വിടുന്നൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും അവളെങ്ങനെ ചെയ്യാ? അവള് നല്ല കാശുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണല്ലോ. എന്നാ നിന്നെ പോലെയല്ല. എന്നെ പോലെയല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എന്തല്ലാന്ന്? കാശും പണം ഉള്ളവർക്ക് മാത്രമാണോ മാന്യത ഉള്ളതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞങ്ങളങ്ങനെ ആരെയും പറ്റിച്ചിട്ടോ കൊള്ളയടിച്ചിട്ടല്ലോ ജീവിക്കുന്നത്. നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ചിട്ടാണ്. കുടുംബത്തെ കുറിച്ച് സംസാരിക്കുന്നതുണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോണം. നിനക്കിപ്പോ എന്റെ മകളെ എങ്ങനെയെങ്കിലും വലയിൽ വീഴ്ത്തിയിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കണം, അതല്ലേ നിങ്ങളുടെ വിചാരം? നിനക്കൊന്ന് നേർമയോടുകൂടി സമ്പാദിക്കാനോ ഉണ്ടാക്കാനോ അറിയില്ലെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ എന്ത് നേർമയില്ലാത്ത രീതിയിലാണ് സമ്പാദിക്കുന്നതെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഒരു ദിവസം നിന്ന് 30 മുളം പൂ കിട്ടും. എന്താ നിങ്ങളെ കൊണ്ട് പറ്റും അത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒറ്റ ദിവസം കൊണ്ട് കിടപ്പിലാവും നിങ്ങൾ. നീ എന്താടി മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്? മര്യാദ എന്ന് പറയുന്നതേ തന്നാ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. വർഷയുടെ അമ്മയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും നേരം നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. വേറെ ആരാണെങ്കിലും ഇത് പറഞ്ഞേച്ച് കയ്യിൽ കിട്ടി സാധനം അടിച്ചിട്ട് ഞാൻ അടിച്ചേനെ. നിന്റെ അമ്മായിമ്മ പറഞ്ഞതുപോലെ തന്നെ നീ ഭയങ്കര റൌഡിയാണ്. നിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്ന എന്നെ പറഞ്ഞാൽ മതി. എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കരുത്, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് പോവുകയാണേ. പോകുന്ന സമയത്ത് മഹിമ ചിരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. എന്തായാലും ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് തിരികൊളുത്തി കൊടുത്തതാണല്ലോ. ആ സന്തോഷത്തിലാണ് ആൾ അവിടുന്ന് പോകുന്നത്. മഹിമ അവിടുന്ന് കാറ് കയറി പോകുന്നതും രേവതി അവിടെ നിൽക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിൻ എന്താ ഇവിടെ നിന്ന്? എന്റെ ജീവിതമാർഗം തന്നെ റോട്ടിലല്ലേ രേവതി? ഇതുവഴി ഒരു ട്രിപ്പ് കഴിഞ്ഞു വരുന്ന സമയത്താണ് നിന്നെ കണ്ടത്, അതുകൊണ്ട് നിർത്തിയതാണ്. അല്ല, ഈ വർഷയുടെ അമ്മ എന്തിനാ ഇവിടെ വന്നിട്ട് പോയത്? അതെ, ഇവർ ഇവിടെ വന്നിട്ട് പോയതായിരുന്നു എന്നെ കാണാൻ വേണ്ടി. നിന്നെ കാണാൻ വേണ്ടിട്ട് അവരെന്തിനാ വന്നത്? അല്ല, അവര് പൂ മേടിക്കാൻ വേണ്ടി വന്നെന്ന് പറയുമ്പോ അവര് കാറിൽ കയറുന്ന സമയത്ത് അവരുടെ കയ്യിൽ പോകുന്നില്ലല്ലോ രേവതി. അല്ല സച്ചിയേട്ടാ, അവര് വീട്ടിലേക്ക് പോകുന്ന വഴിയെ എന്നെ കണ്ടപ്പോ സംസാരിച്ച് പോവാ അത്രേ വിചാരിച്ചുള്ളൂ. രേവതി, നീ എന്തിനാ മാറ്റി മാറ്റി കാര്യങ്ങൾ പറയുന്നത്? നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ മറ്റെന്തോ നടന്നിട്ടുണ്ട്. ഇല്ല സച്ചിയേട്ടാ, അവര് ചുമ്മാ വന്നു പോയതാണ്. അതൊന്നും അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ലല്ലോ രേവതി. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. ഇത് കേട്ട ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന ചേച്ചിയാണെന്നുണ്ടെങ്കിൽ, രേവതി നീ എന്തിനാണ് സച്ചിയുടെ അടുത്ത് കാര്യങ്ങൾ മറയ്ക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ചേച്ചി നിങ്ങളൊന്നും
മിണ്ടാതിരിക്കോ? രേവതി നീ മിണ്ടാതിരിക്കും. ചേച്ചി എന്താ നടന്നെന്ന് വെച്ച കാര്യം പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ആ പെണ്ണുങ്ങൾ വന്നിട്ട് രേവതിയെ തോന്നിയ പോലെ ഓരോന്ന് പറഞ്ഞിട്ട് പോയി. എനിക്ക് അപ്പോഴേ തോന്നി അതൊന്നും അങ്ങനെ കണ്ടാ നിർത്തി സംസാരിച്ചിട്ട് പോകുന്ന ഇനമല്ലല്ലോ. എന്താ സംഭവം രേവതി ചോദിക്കുമ്പോൾ അതൊന്നുമില്ല സച്ചേട്ടാ, അതങ്ങ് വിട്ടേക്ക്. ചേച്ചി എന്തിനാ ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ പറയാൻ വേണ്ടി നിന്നത്? എന്റെ മനസ്സ് കേട്ടില്ല രേവതി. എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കരുത് എന്നും എന്റെ മകളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ വേണ്ടി നോക്കുവാണ്. നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവര് പറയുന്നത് കേട്ടിട്ട് എങ്ങനെ സഹിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റിയ രേവതി? അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ വന്നിട്ട് രേവതി സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വിട്ടേക്ക് സച്ചേട്ടാ, എല്ലാം നിങ്ങളുടെ അമ്മ ഒപ്പിച്ച പണിയാണ്. അമ്മ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടാണ് അവരിവിടെ വന്നിട്ട് ഓരോ കാര്യം പറഞ്ഞത്. അവര് പറഞ്ഞത് കേട്ടിട്ട് നീ വായം പൊളിച്ച് നിന്നോന്ന് ചോദിക്കുമ്പോൾ ഇല്ല സച്ചേട്ടാ, ഞാനും നന്നായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. നേർവഴിയിൽ ഞങ്ങൾ എന്ത് സമ്പാദിക്കാത്ത എന്നുള്ള കാര്യം ഒന്ന് പോയി ചോദിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിക്കും. സച്ചേട്ടാ എന്തിനാ അതിന്റെയൊക്കെ ആവശ്യം? എന്റെ വണ്ടി ഇവിടെയുണ്ട്. അത് കേട്ട ഉടനെ തന്നെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ കീ എടുത്തിട്ട് ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. കീ ചേച്ചിയുടെ വീട്ടിൽ വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. സച്ചി അവരെ എന്തായാലും വെറുതെ വിടരുത്. രേവതിയെ എന്തിനാ ചീത്ത വിളിച്ചെന്നുള്ള കാര്യം നീ ചോദിക്കുക തന്നെ വേണമെന്ന് പറയും. സച്ചിയാണെങ്കിൽ രേവതിയുടെ കൈ പിടിച്ചിട്ട് അങ്ങ് കാറിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവര് കാറിൽ കയറി പോവാണ്. അതേസമയം ചന്ദ്രയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, മഹിമയെ എരിപിരി കയറ്റി കൊടുത്തു, പക്ഷെ അതിന്റെ പേരിൽ എന്തെങ്കിലും നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. എന്തായാലും നോക്കാം. ആ സമയത്താണ് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി ഉള്ളിലേക്ക് കയറി വരുന്നത്. എന്താ രണ്ടുപേരും നേരത്തെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ആന്റി ഇതെന്താ ഓഫീസാണോ? പോയ കറക്റ്റ് സമയത്ത് മാത്രമേ തിരിച്ചു വരാൻ വേണ്ടി പറ്റുമോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ സാധാരണ പോലെ ചോദിച്ചതല്ലേ, നീ എന്തിനാ വർഷം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവള് വേറെന്തോ ടെൻഷനിലാണ് അമ്മേ. അമ്മ അത് വിട്ടേക്ക്. എനിക്ക് തനിയെ സംസാരിക്കാന്ന് പറയുമ്പോ അമ്മയ്ക്ക് തനിയെ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. എനിക്ക് നിന്റെ അടുത്താണ് തനിയെ സംസാരിക്കേണ്ടത്. ശ്രീകാന്ത് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നുണ്ട്, ഞാൻ റൂമിൽ നിൽക്കാം, നീ സംസാരിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോവാണ്. വർഷം പോയി കഴിഞ്ഞ ശേഷം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന്. ഞാൻ മഹിമയെ കണ്ടിരുന്നു, എന്തിനെന്ന് ചോദിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നിന്റെ ഭാര്യ ഇവിടെ ഓരോ ദിവസം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടില്ലെന്ന് വെടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. രേവതിയുമായി ചേർന്നിട്ട് ഓരോരോ കൂത്തുകളാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. ഈ കുടുംബം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചേ പറ്റുള്ളൂ. ഇതിന് മാത്രം പറയാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ എന്താണ് നടന്നത്, അമ്മ ആന്റിയുടെ അടുത്ത് എന്താ സംസാരിച്ചെന്നുള്ള കാര്യം ശ്രീകാന്ത് പറഞ്ഞു വരുമ്പോഴേക്കും സച്ചിൻ രേവതിയും കൂടി ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ട് കയറി വരുവാണ്. എടാ ശ്രീകാന്ത് നിന്റെ ഭാര്യ എവിടെയാണെന്നുള്ള കാര്യം ചോദിക്കും. നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. പിന്നെ ദേഷ്യപ്പെടാതെ വേറെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എന്ത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ കാരണക്കാരി ഞാനാണോ? എന്താ ചേച്ചി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്താടാ ഞങ്ങളെ കണ്ടിട്ട് നിനക്കൊക്കെ എന്താ തോന്നുന്നത്? എന്താടാ നിന്റെ ഭാര്യ വിചാരിച്ചോണ്ട് നടക്കുന്നത്? വിഷയത്തെക്കുറിച്ച് പറയാതെ സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനെ കിടന്നിട്ട് ചൂടാവുന്നത്? വലിയ വീട്ടിലെ ആളുകളാണെന്ന് വിചാരിച്ചിട്ട് തോന്നുന്നതെല്ലാം പറയാനാണ്. അതെല്ലാം കേട്ടിട്ട് ഞങ്ങൾ ചുമ്മാ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ? ഇപ്പൊ എന്തിനാടാ ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ഇത് നിങ്ങളുമായി ബന്ധപ്പെടാത്ത കാര്യമാണ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടാൻ നിൽക്കണ്ട, മിണ്ടാതിരുന്നോളാൻ വേണ്ടിയിട്ട് സച്ചി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്. എവിടെയുടെ വർഷ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾ ഉള്ളിലുണ്ട്. ഇന്നത്തോടുകൂടി ഞാൻ എല്ലാം തീർത്തു തരാം, പാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും അതുപോലെ തന്നെ വർഷയും വിളിച്ചിട്ട് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. എന്താ സച്ചിയേട്ടാ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീകാന്തും പുറകെ ചെല്ലുന്നുണ്ട്. അവരുടെ പോക്ക് കാണുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലാവാണ്. ആഹാ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ മഹിമ എന്തോന്ന് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ചന്ദ്ര ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സച്ചിയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറിയിട്ട് വർഷേ നിന്റെ അമ്മ എന്തിനാണ് രേവതിയെ ചീത്ത വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെല്ലാം കാരണം നിങ്ങളുടെ അമ്മയാണ്, നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കൂ എന്ന് കരുതിയിട്ട് നിന്റെ അമ്മ എന്തിനാണ് രേവതി വന്ന് ചീത്ത വിളിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ചേച്ചി വർഷ എന്ത് ചെയ്യാനാണ്? ചേച്ചി പോയിട്ട് അവരുടെ തന്നെ ചോദിക്കും. എന്താടാ അഹങ്കാരാണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രീകാന്തിന് നേരെ ചെല്ലുവാണ് കേട്ടോ സച്ചിയേട്ടൻ എന്തിനാ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? പിന്നെ ഇതെല്ലാം കേട്ടിട്ട് ഞങ്ങൾ വായ മൂടിയിട്ട് ചുമ്മാ ഇരിക്കണമെന്ന് ചോദിക്കുകയാണ് രേവതി. അങ്ങനെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒച്ചയും ബഹളം ആയിട്ടുമാണ്. ഇത് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഞങ്ങളടുത്ത് എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ ചോദിക്കുന്നിടത്ത് പോയി ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ ഞങ്ങളടുത്ത് വന്നിട്ട് ഒച്ച എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് വർഷം. അതേസമയം ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഹാവ് ഭഗവാനെ ഞാൻ വിചാരിച്ചതുപോലെ നടന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അവർ രണ്ടുപേരും കൂടി നല്ല അടിയുണ്ടാക്കുവാണല്ലോ. അത് കേട്ട് വരുന്ന രവിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താ ഇവിടെ ശബ്ദം? എന്തിനാണ് അവർ ഒച്ചയെടുക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം സച്ചി കാരണമാണ്, അവൻ കാരണമാണല്ലോ ഇവിടെ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അങ്ങനെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാ വർഷം ഒച്ചയെടുക്കുന്നത്? മര്യാദയ്ക്ക് സംസാരിച്ചോണം. ശ്രീകാന്ത് നിന്റെ ഭാര്യയുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറ. ചേച്ചി വർഷയുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോയി ചോദിക്കും. അവർ 4 പേരുടെ ശബ്ദം കേട്ടിട്ട് രവിയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവർ 4 പേരും കൂടിയിട്ടാണോ അടിയുണ്ടാക്കുന്നതെന്ന്. അതേ രവിയേട്ടാ. എന്തിനെന്ന് ചോദിക്കുമ്പോൾ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ഉറപ്പായിട്ടും അതിന് കാരണം രേവതി തന്നെ ആയിരിക്കും. എല്ലാത്തിനും നീ അവളെയാണോ കാരണം പറയുന്നതെന്ന് ചോദിക്കും. പിന്നെ വേറെ ആര് കാരണമാണ് ഇവിടെ പ്രശ്നം വരുന്നത്? അന്ന് ശ്രുതിയുടെ കാര്യത്തിൽ തലയിട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഇപ്പൊ അവൾ അവളുടെ തനി സ്വരൂപം വർഷയുടെ അടുത്തും കാണിച്ചു. ഇവള് വെറുതെ വിടൂ? അതാണ് നന്നായിട്ട് അവര് ചോദിക്കുന്നത്. എന്തിനാണാവോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവാതെ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് രവി അവിടേക്ക് പോകുന്ന സമയത്ത് എന്തായാലും വലിയൊരു പ്രശ്നമാവാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദ്ര ഉള്ളത്. ആ സന്തോഷമൊന്നും രവിയെ കാണിക്കുന്നില്ലെങ്കിലും ആ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആള് പറയുന്നത്. സച്ചേട്ട എപ്പോ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത്. സച്ചേട്ടൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് കേൾക്കുന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെ ഞാൻ ചുമ്മാതിരിക്കുന്നത്
രേവതി ചേച്ചി ഓർത്ത് മാത്രമാണ്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇനി ഇതിൽ കൂടുതൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോണം, ഞങ്ങളുടെ കാര്യത്തിൽ ഇനി ഒരു കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി വരരുത് എന്നുള്ള കാര്യം രേവതിയും കൂടി പറയുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവുന്നത്. സച്ചി ഒന്നും ജസ്റ്റ് പതറുന്നുണ്ട്. സച്ചി പുറത്തേക്ക് വരുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രശ്നം എന്ന്, എന്തിനായി കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? അച്ഛ എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളും ഇങ്ങനെ അടങ്ങി പോകുന്നത്, ഞങ്ങൾക്കും ഞങ്ങളുടേതായ വ്യക്തിത്വം ഇല്ല, എന്താടാ പ്രശ്നം, നാട്ടുകാർ കേൾക്കുന്ന രീതിയിലാണോ ഇങ്ങനെ ഒച്ച എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോ, അച്ഛ എത്രയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും സമാധാനപരമായിട്ട് പോവുക, ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ചുമ്മാ ഇരിക്കണോ? ഇതോടുകൂടി തീർന്ന അച്ഛ, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, എന്തായാലും ഇവരുടെ മുമ്പിലേക്ക് ഞാൻ ഇനിയില്ല. അച്ഛ ഞാൻ താഴേക്ക് പോവാണ്, താഴെ പോയിട്ട് ഞാൻ കാറ് തുടയ്ക്കാൻ വേണ്ടി പോവാണ്, അച്ഛ അങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിച്ചിട്ട് സച്ചി അങ്ങ് പോവാണ്. രവി അതിന്റെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, കാര്യമൊന്നും മനസ്സിലാവാതെ. തുടർന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എടി കുടുംബത്തിനെ പിരിക്കുന്ന പണിയെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ആര്? ഞാനൊന്ന് ചോദിക്കാണ് രേവതി. ഇനി ഈ കുടുംബത്തിലെ ഒരു കാര്യത്തിനും എന്റെ മേല് പഴിയിടാൻ വേണ്ടി നിൽക്കണ്ട, ഞാൻ എന്റെ പാട്ടിന് എന്റെ കാര്യങ്ങൾ നോക്കി നടക്കുവാണ്. ഒരു വീട്ടിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും സഹിച്ചിട്ട് പോവായിരുന്നു, എന്നാ ഓരോരുത്തർ കയറിയിട്ട് എന്റെ തല കയറിയിട്ട് നിരങ്ങുവാണോ? ആ ശബ്ദം കേട്ടും കൊണ്ട് വർഷ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നെ കുറിച്ചിട്ടല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത് ഇനി സംസാരിക്കാൻ വേണ്ടി വരില്ല എന്ന്. പിന്നെന്താണ്? അല്ലെങ്കിലും എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നിന്റെ കൂടെ സംസാരിക്കില്ലല്ലേ? ഇതെല്ലാം രവി അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നല്ലോ. പെട്ടെന്ന് ഇവർ തമ്മിൽ അടിയായിട്ട് കാണുമ്പോൾ ശരിക്കും രവിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. ഇനി എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഒച്ചയെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തിക്കോണം, ഞാനിനി നിന്റെ പരിസരത്ത് പോലും വന്നു പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങ് അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെ രവിയാണെന്നുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് അറിയണല്ലോ, വേഗം തന്നെ ദേഷ്യത്തോട് കൂടിയിട്ട് സച്ചിക്ക് അരികിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വർഷ ഇവൾ എന്ത് വർത്താനായി പറഞ്ഞിട്ട് പോകുന്നത്? ഇപ്പോഴാണ് ആന്റി ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെ സത്യസന്ധമായിട്ടുള്ള സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നത്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷവും രേവതിയെ ഇങ്ങനെ നോക്കുന്ന നോട്ടൊക്കെ വർഷ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര വർഷയെ നോക്കുമ്പോഴേക്കും മുഖഭാവം മാറ്റുവാണ്. ഇതുകൊണ്ടാണ് വർഷ ഞാൻ ആരംഭത്തിൽ തന്നെ നിന്റെ അടുത്ത് പറഞ്ഞത്, നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ആൾക്കാരുടെ അടുത്ത് വേണം കൂട്ടുകൂടാൻ വേണ്ടിയിട്ട്. നീയാണല്ലോ ആരാണ് എന്താണെന്ന് നോക്കാതെ എല്ലാവരുമായിട്ട് ഇടപഴകുന്നത്. ഇപ്പോ അവൾ അവളുടെ തനി സ്വരൂപം കാണിച്ചില്ലേ? ഇവരൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ തന്നെ വെക്കണം. ആന്റി പറഞ്ഞത് കറക്റ്റ് ആണ്, ഞാൻ ആ തെറ്റ് ചെയ്തത്, ആന്റി പറഞ്ഞതാണ് ശരി, ഞാൻ ആന്റിയുടെ സംസാരം കേൾക്കണമായിരുന്നു. ശരി അതൊക്കെ വിട്ടേക്ക്, നീ എന്ത് ചെയ്യാനാണ്? ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്. ഇവരൊക്കെ ഭയങ്കര അഭിനയിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ അഭിനയിച്ച് എല്ലാവരും പറ്റിക്കും. ഇപ്പോഴെങ്കിലും വർഷേ നിനക്ക് അവരുടെ തനിസ്വരൂപം മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പോ, അതെ ഇപ്പോഴാണ് ഓരോരുത്തരുടെ ശരിയായിട്ടുള്ള രൂപം എനിക്ക് മനസ്സിലായത്. പാവാണെന്നാണല്ലോ ഞാൻ ഇത്രയും നാളെ വിചാരിച്ചതെന്ന് വർഷ പറയുന്നത് കേട്ട ഉടനെ തന്നെ രേവതി അടുക്കളയിൽ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാത്രവും അതുപോലെ ചകിരി എല്ലാം കൂടി പിടിച്ചിട്ടാ വരുന്നത്. എന്നെ അങ്ങനെ ആരും പാവം പാക്കേണ്ട കാര്യമൊന്നുമില്ല, പാവാണെന്നല്ല വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും എല്ലാ കാര്യം ചെയ്തത്. അങ്ങനെ ആരും പാവം നോക്കണ്ട, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്തു തരണ്ട, എന്റെ വഴിക്ക് ആരും വരാണ്ടിരുന്നാൽ മതി. നീ എന്തിനാണ് ഇവളടുത്ത് ഒച്ചയെടുക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കും. അമ്മേ അവളടുത്ത് പറഞ്ഞേക്ക് എന്റെ വഴിക്ക് വരണ്ട എന്നുള്ള കാര്യം. എല്ലാം കണ്ടിട്ട് അങ്ങനെ ചുമ്മാ ഇരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, പോയിട്ട് നിന്റെ ജോലി നോക്കണേ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. രേവതി ഭയങ്കര ദേഷ്യത്തോടു കൂടി ഉള്ളിലേക്ക് കയറി പോവാണ്. കണ്ടില്ലേ ഇവരൊക്കെ ചന്തപ്പറമ്പിൽ അടിയുണ്ടാക്കുന്നത് പോലെയാണ് അടിയുണ്ടാക്കുക, ഇവരുടെ തനി സ്വരൂപം മനസ്സിലായില്ലേ? ഇനി എന്തായാലും അവരുടെ അടുത്ത് സംസാരിക്കേണ്ട പറയുമ്പോ, ഇല്ല ആന്റി ഞാൻ ഇനി ഒരിക്കലും സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോവാണ്. അങ്ങനെ ഇതെല്ലാം കണ്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. എന്നാ ഈ കാര്യങ്ങളെല്ലാം ഫുൾ അഭിനയാണ്. സച്ചിയും ശ്രീകാന്തും വർഷയും അതുപോലെ തന്നെ രേവതിയും കൂടി ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ ആണ്. ചന്ദ്രമതിക്കെതിരെ കൊടുക്കുന്ന പണിയാണ് ഇത് കേട്ടോ. മഴയാണെന്നുണ്ടെങ്കിൽ രവി സച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇത്രയും നാള് ഏട്ടൻ അനിയന്മാര് തമ്മിൽ പ്രശ്നം ഉണ്ടാവും, അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം ശരിയാകും. എന്നാൽ ഇപ്പോ ഈ വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പെമ്പിള്ളേര് തമ്മിൽ അടിയായി. ഇത് അവരെ പറഞ്ഞു മനസ്സിലാക്കാതെ നീയും അവരുടെ കൂടെ ചേർന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുവാണോ? അച്ഛ അതൊന്നും ഇല്ല അച്ഛ എന്ന് സച്ചി പറയുമ്പോ, നീ എന്താണ് പറയുന്നത്? നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഞാനും കേട്ടിരുന്നു, വീട്ടിനുള്ളിൽ മാത്രമല്ല പുറത്തുള്ള നാട്ടുകാരെല്ലാവരും കേട്ടിട്ടുണ്ടാകും. സാധാരണ നീയാണല്ലോ ഒച്ചയുണ്ടാക്കാറ്, എന്നാൽ രേവതി അങ്ങനെയല്ല. കുടുംബത്തിനുള്ളിൽ പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. എന്നാൽ ഇപ്പോ രേവതിയും കൂടി ചേർന്നിട്ട് അടി ഉണ്ടാക്കുന്നു. ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല സച്ചി എന്ന് പറയുമ്പോ, അച്ഛ ഇതൊന്നും അടിയല്ല, നീ എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ അടുത്ത് പറഞ്ഞൂടെ? ഞാനെല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് ശരിയാക്കില്ലേടാ? അതൊന്നും ചെയ്യാതെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ തോന്നി പോലെ അങ്ങ് അടിയുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുടുംബത്തിൽ എന്ത് സന്തോഷാണ് ഉണ്ടാവുക? ഇതൊന്നും എനിക്കൊട്ടും സഹിക്കാവുന്ന കാര്യമല്ല എന്ന് പറയുമ്പോ, അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? ഇത് അത്ര വലിയ സീനൊന്നും അല്ല അച്ഛ, ഇത് വേറെ കാര്യമാണ് അച്ഛ എന്ന് പറയുമ്പോ, എന്ത് വേണമെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെയാണോ അടിയുണ്ടാക്കുന്നത്? അച്ഛ ഇത് അടിയൊന്നുമല്ല, ചുമ്മാ ഡ്രാമയാണ്. ഡ്രാമയെന്ന് ചോദിക്കുമ്പോ, അതെ അച്ഛ ഞങ്ങൾ 4 പേരും കൂടി ചേർന്ന് ജോളിയായിട്ടിരുന്ന് റൂമിലിരുന്ന് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ കച്ചറ ഉണ്ടാക്കിയൊന്നും ചോദിക്കുമ്പോ, അത് ഞങ്ങള് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഉടായിപ്പ് പണിയാണ്. എന്താടാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് രവി പറയുമ്പോ, അതെ അച്ഛ രേവതിയുടെ അടുത്ത് ഇവിടെ നന്നായിട്ട് സംസാരിച്ച്
വെച്ച് എപ്പോഴും ഫ്രണ്ട്ഷിപ്പായിട്ട് നടക്കുന്നത് ആരാന്ന് ചോദിക്കുമ്പോ നീയല്ലേ എന്ന് ചോദിക്കണേ. അയ്യോ അച്ഛ എന്റെ കാര്യമല്ല, ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രേവതി സ്വന്തം അനിയത്തി എന്ന് പറയില്ലേ, അതാരാന്ന് ചോദിക്കുന്നുണ്ട് വർഷ. അതെ, അവർ രണ്ടുപേരും നല്ല സഹകരണത്തോട് കൂടിയിട്ടാണല്ലോ പോകുന്നത്. രേവതിക്ക് വർഷ സപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം കാണുന്ന സമയത്ത് അമ്മയ്ക്ക് എങ്ങനെയായിരിക്കും തോന്നുന്നു. എങ്ങനെയായിരിക്കും ചോദിക്കുമ്പോ ഫയർ എഞ്ചിന് കോള് ചെയ്യേണ്ട അവസ്ഥയില് വയറ് കത്തിയിരിക്കും. കറക്റ്റ് അല്ലേന്ന് ചോദിക്കുമ്പോ അതെ, അവള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിച്ചും പയ്യും പറയുന്നത് കേൾക്കാം. പിച്ചും പയ്യോടൊന്നും നിന്നിട്ടില്ല, ഇപ്പൊ പുതിയതായിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ എന്തൊക്കെയാടാ പറയുന്നതെന്ന് ചോദിക്കുമ്പോ നമ്മുടെ അമ്മ വർഷയുടെ അമ്മയെ പോയി കണ്ടു. എന്തിനും ചോദിക്കുമ്പോ രണ്ടുപേരെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. നീ എന്തൊക്കെയാടാ പറയുന്നത്? അതെ അച്ഛ, മഹിമാന്റിയെ വിളിച്ചിട്ട് അവരടുത്ത് പറഞ്ഞു വർഷ രേവതിയുമായി ചേർന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നും. വർഷ ചന്ദ്രയുടെ വാക്ക് കേൾക്കുന്നില്ല. നിങ്ങളുടെ മകളെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വളർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവൾക്ക് എന്താ പ്രാന്തായോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ട്. നമ്മുടെ അമ്മ രാജ തലൈവയെ പോലെയാണല്ലോ. രേവതിയും അതുപോലെ തന്നെ വർഷയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രിക്ക് ഇറക്കിയതാണ്. ഓൾറെഡി മഹിമ കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് ചന്ദ്ര പോയിട്ട് ഇങ്ങനെയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ പ്രശ്നം ഉണ്ടാക്കല്ലോ. ആ പ്രശ്നമൊക്കെ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞാച്ച എന്താണ് ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതിയുടെ അടുത്ത് വരികയും രേവതിയെ വന്ന് ജീവിതത്തെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്റെ മകളെ നീ ജീവിക്കാൻ വേണ്ടി അനുവദിക്കില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് തുള്ളുമായിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ നോവിച്ചു. എനിക്ക് വന്ന ദേഷ്യത്തിനാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയെ പോയിട്ട് 4 പൊട്ടിക്കണം എന്ന് വിചാരിച്ചതാണ്. എടാ, ഇനിയും നീ പ്രശ്നം വഷളാക്കാൻ നോക്കുന്നത് എന്തിനാണ്? പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഞാനും കാറിലേറി പോയി. പക്ഷെ പോകുന്ന സമയത്ത് രേവതി ഒരു കാര്യം പറഞ്ഞു. നേരിട്ട് വന്നിട്ട് നിന്നെ ഒതുക്കുന്ന രീതിയിൽ അടിയുണ്ടാക്കി പോയല്ലേ, വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ വിടുന്ന സമയത്ത് അവര് വീണ്ടും വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കാണല്ലേ. എന്തിനാ സച്ചേട്ടാ ഇപ്പൊ ഇത്രയും ദേഷ്യപ്പെടുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ വന്ന് തോന്നിവാസങ്ങൾ പറയുന്ന സമയത്ത് അപ്പം തന്നെ പോയി ചോദിക്കണ്ടേ? നീ എല്ലാം വിട്ടുകൊടുത്ത് പോയിട്ടാണ് എല്ലാവരും നിന്റെ തലക്കറി നിരങ്ങുന്നത്. ഞാനും അവരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ അവരെ മാത്രം ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല, എല്ലാം അയാളുടെ പണിയായിരിക്കും. ആരുടെന്ന് ചോദിക്കുമ്പോ വർഷയുടെ അച്ഛന്റെ. അയാൾ തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പെണ്ണുങ്ങളെ അയച്ചത്. 2 തവണ അടി വാങ്ങിയിട്ടും അയാൾ അടങ്ങിയിട്ടില്ല എന്നാ തോന്നുന്നത്. എന്തായാലും അയാൾക്ക് ഞാൻ വച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്ക് രേവതി ചോദിക്കുകയാണെ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള കാര്യം. വേറെ എങ്ങോട്ടാണ് വർഷയുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ പോയിട്ട് സത്യം കൂടുതൽ വഷളാക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ടേക്ക് പോകുന്നത്? പിന്നെ അല്ലാതെ അവര് വന്ന് പറഞ്ഞ തോന്നിവാസത്തിന് അയാളെ വെറുതെ വിടണോ? അവരെ പോയി ചോദ്യം ഒന്നും ആവാൻ വേണ്ടി പോകുന്നില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മൂല കാരണം അമ്മയാണ്. അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാനും വർഷയും ഭയങ്കര ക്ലോസ് ആണല്ലോ. വർഷയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ. അത് നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഓ അങ്ങനെയാണല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നേരിട്ട് പോയി ചോദിക്കാം. സച്ചേട്ടൻ ഇപ്പൊ അവരുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഒന്നും അറിയില്ല എന്ന് മാത്രമേ പറയുള്ളൂ. എനിക്കും അതുപോലെ തന്നെ വർഷയ്ക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാക്കണം എന്നാണ് നിങ്ങളുടെ അമ്മയുടെ പദ്ധതി. ഇതോടുകൂടി എന്തായാലും വെറുതെ വിടാനും പോകുന്നില്ല. ഇതുപോലത്തെ ഓരോരോ പണികൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. അതിനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പോ ഇതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ശ്രീകാന്തിന്റെ അടുത്തും അതുപോലെ തന്നെ വർഷയുടെ അടുത്തും അടി ഉണ്ടാക്കണം. നമ്മൾ എന്തിനാണ് അവരുമായിട്ട് അടി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി പറയുന്നത് അടി ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ അഭിനയിക്കണമെന്നാണ്. ഞാനും വർഷയും തമ്മിൽ പ്രശ്നമാണ്, ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യില്ല, ഇതോടുകൂടി അങ്ങ് വിട്ടോളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾക്കിടയില് ശരിക്കും പ്രശ്നം വരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യും. നല്ല 4 പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവരെ മിണ്ടാതെ അടങ്ങി ഒരു പാത്തിരുന്നോളും. വെറുതെ ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കുമ്പോ നമ്മൾ അടിയുണ്ടാക്കുന്നത് കാണുമ്പോൾ എന്തായാലും അമ്മയ്ക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതിന്റെ പേരിൽ പിന്നെ മിണ്ടാതെ ഒരു ഭാഗത്ത് അടങ്ങിയിരുന്നോളൂ. അപ്പൊ നീ അങ്ങനെയാണല്ലേ പറയുന്നത്? നീ പറയുന്നത് ശരി തന്നെയാണ്. അല്ലെങ്കിൽ അമ്മ വേറെ എന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്യും. എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം, നിന്നെ വന്നിട്ട് വിരട്ടിട്ട് പോയല്ലോ ആ മഹിമ, അവർക്ക് ഞാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ട്. സച്ചേട്ടാ അതൊക്കെ വിട്, ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യാം. ഞാൻ ആദ്യം എന്തായാലും വർഷയ്ക്ക് കോൾ ചെയ്തിട്ട് ഈ കാര്യത്തെ കുറിച്ച് പറയും. അത് കഴിഞ്ഞിട്ട് 3-4 പേരും കൂടി അവിടെ ജോളിയായിട്ട് കട്ടിലയിൽ ഇരുന്ന് ചിപ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് സച്ചിയുടെ ഡയലോഗൊക്കെ മറന്നു പോകുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ചുമ്മാ ഒച്ചയെടുത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ കേട്ടിട്ട് മിണ്ടാതിരിക്കില്ല എന്ന്. സച്ചി ചിപ്സ് ഇങ്ങനെ തിന്നോണ്ടിരിക്കുകയാണ്. വർഷയാണെങ്കിൽ തട്ടിയിട്ട് സച്ചേട്ടന്റെ ഡയലോഗാണ് പറയേണ്ടത്. അതേപോലെ ഞാനും ചുമ്മാ ഇരിക്കില്ല എന്നൊക്കെ പെട്ടെന്ന് ഒച്ചത്തിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവര് 4 പേരും കൂടി ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അവിടെ സ്നാക്സ് ഒക്കെ കഴിച്ചും കൊണ്ടാണ് പുറത്ത് ബഹളം ഉണ്ടാക്കുന്ന ആൾ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലിരുന്ന് ഡ്രാമ ചെയ്തതാണ് കേട്ടോ 4 പേരും കൂടി ചേർന്നിട്ട്. ആ സംസാരവും അതുപോലെ അവരാ കഴിക്കുന്ന രീതിയും എല്ലാം ശരിക്കും എപ്പിസോഡിൽ വരുന്ന സമയത്ത് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം അച്ഛൻ്റെ അടുത്ത് പറയാണ്. അച്ഛ ഇതാണ് കാര്യം. ഞങ്ങൾ അച്ഛ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ശ്രീകാന്തിന്റെ അടുത്തും അതുപോലെ തന്നെ വർഷയുടെ അടുത്തും വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ശരിയെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ടി നടന്ന ഒരു പൊളി സണ്ട മാത്രമാണ് അച്ഛ ഇത് കേട്ട് രവിയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ചെറിയ മക്കള് അടിയുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും മുതിർന്നവർക്ക് വിഷമാകണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ ഒന്നായിട്ട് നടക്കുന്നത് പോലെ അഭിനയിക്കും. എന്നാൽ ഇവിടെ ചന്ദ്രയെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നായിട്ടിരിക്കുന്ന നിങ്ങള് അടിയുണ്ടാക്കുന്നു. എന്തായാലും നന്നായിട്ടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് 2 പേരും ചിരിക്കുവാണ്. അല്ലാണ്ട് അച്ഛാ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മ വീണ്ടും പോയിട്ട്
വർഷയുടെ അമ്മയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയും. ആ പെണ്ണുങ്ങളാണെങ്കിൽ ഇവിടെ വന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ എനിക്ക് BP കൂടും, ഞാനും അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? ഇപ്പൊ കണ്ടില്ലേ, ഒന്നും ആയിട്ടില്ല. അമ്മയും സന്തോഷമായല്ലോ. അതെ അതെ, അവളുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം തെളിഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. മക്കളും മരുമക്കളും തമ്മിൽ അടിയുണ്ടാക്കിയിട്ട് സന്തോഷപ്പെടുന്ന ഒരേ ഒരു അമ്മ ഇവള് മാത്രമായിരിക്കും. എടാ എന്തെങ്കിലും മാറുമെന്ന് ചോദിക്കുമ്പോ അതിനൊന്നും ഒരു ചാൻസും ഇല്ല അച്ഛാ. അപ്പോ നിങ്ങൾ ദിവസം അടിയുണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോ വേറെ വഴിയില്ല അച്ഛാ. ഇപ്പൊ രേവതിയും അതുപോലെ തന്നെ വർഷയും ഒന്നാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് മൂക്കടി തുടങ്ങും. എന്തായാലും കുറച്ചു നാളത്തേക്ക് അടിയുണ്ടാക്കുന്നത് പോലെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സന്തോഷം തോന്നുമല്ലോ. എന്തായാലും ബുദ്ധിശാലിത്തരമായിട്ട് നിങ്ങൾ ഓരോന്ന് ഒപ്പിച്ചിട്ട് അവസാനം ഇത് അതിനേക്കാളും വലിയൊരു പ്രശ്നമാവാണ്ടിരുന്നാൽ മാത്രം മതി. ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛൻ എന്തായാലും ടെൻഷൻ അടിക്കുന്നു വേണ്ട. ഇങ്ങനെ ചുമ്മാ അടിയുണ്ടാക്കുന്നത് കാണാനും ഒരു രസമാണ്. നമുക്ക് നോക്കാം എത്ര നാൾ പോകും എന്നുള്ള കാര്യം. ഇത് എങ്ങനെയാവും എന്താവും എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ദൈവം നിങ്ങളുടെ അമ്മയ്ക്ക് നല്ല ബുദ്ധി കൊടുത്താൽ നല്ലതെന്ന് പറയുമ്പോൾ അച്ഛ വെറുതെ ദൈവത്തിന് അത്രയും വലിയ ജോലിയൊന്നും കൊടുക്കല്ലേ. കാരണം ദൈവത്തിനെ കൊണ്ട് അതൊന്നും നടക്കില്ല. എന്തായാലും ഞാൻ പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുന്നു.